ഹായ് ഹലോ, അജിത്താണ്. ട്രാവൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇവിടെ ഭയങ്കര തണുപ്പും കാറ്റും ഒക്കെയാണ്. അപ്പം ചിലപ്പോൾ കാറ്റിൻ്റെ ശബ്ദം കയറി വരും. 1980കളെ കുറിച്ച് ടി വിയിലൂടെയും സിനിമയിലൂടെയും ഒക്കെ കണ്ടുള്ള പരിചയം മാത്രമാണ് എനിക്കുള്ളത്. എന്നാൽ ആ 80കളെ പുനരാവിഷ്കരിക്കുകയായിരുന്നു ബഹ്റിൻ കേരളീയ സമാജത്തിൽ. 80കളുടെ രുചിയും അന്നത്തെ വസ്ത്രധാരണവും ഒക്കെയായിരുന്നു ഈ പരിപാടിയിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പരിപാടി ഒന്ന് കണ്ടിട്ട് വന്നാലോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രാവൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. 1980കളെക്കുറിച്ച് ടി വിയിലൂടെയും പറഞ്ഞുമുള്ള അറിവാണ് എനിക്കുള്ളത്. ഏറെക്കുറെ എൻ്റെ ഈ പ്രായമുള്ള എല്ലാവരുടെയും അവസ്ഥ അതുതന്നെയായിരിക്കും. എന്നാൽ അക്കാലത്തെ വേഷങ്ങളും രുചികളുമൊക്കെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു ബഹ്റിൻ കേരളീയ സമാജം. ബഹ്റിൻ കേരളീയ സമാജത്തിലെ അംഗങ്ങളുടെ കേരളോത്സവം എന്ന പരിപാടിയുടെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം 80ഓളം എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. 80കളിലെ രുചികളും അന്നത്തെ വസ്ത്രങ്ങളുമൊക്കെ പുതുതലമുറയെ പരിചയപ്പെടുത്തുകയായിരുന്നു ഈ പരിപാടിയുടെ ലക്ഷ്യം. ബഹ്റിൻ കേരളീയ സമാജത്തിലെ അംഗങ്ങളെ 5 ടീമുകളായി തിരിച്ചാണ് കേരളോത്സവം നടക്കുന്നത്. അമൃതവർഷിണി, ഹംസത് ധ്വനി, ഹിന്ദോളനം, മേഘമൽഹാർ, നീലാംബരി എന്നിങ്ങനെയാണ് ഈ ടീമുകൾ. ഓരോ ടീമിൽ നിന്നും 75ലധികം ആളുകൾ 80കളുടെ വസ്ത്രങ്ങൾ ധരിച്ചാണ് എത്തിയത്. ഓരോ ഗ്രൂപ്പിനും പ്രത്യേകം സ്ഥലങ്ങൾ നൽകി അവർക്ക് അവിടെ ഫുഡ് സ്റ്റാളുകളും മറ്റ് 80കളിലെ കടകളും അവർ നിർമ്മിച്ചു. പ്രോഗ്രാം ആസ്വദിക്കാനെത്തിയവരും സംഘാടകരും മത്സരാർത്ഥികളും എല്ലാം ബെൽ ബോട്ടം പാൻറ്റും പുള്ളിക്കുപ്പായവും അണിഞ്ഞെത്തിയപ്പോൾ ശരിക്കും ഒരു 80 കാലഘട്ടത്തിലെ സിനിമ കാണുന്ന അതേ ഫീലായിരുന്നു ഈ പരിപാടിക്കുണ്ടായത്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കേരള സമാജത്തിൻ്റെ സ്വന്തം ക്യാമറാമാൻ നന്ദൻ ചേട്ടൻ എത്തിയത് 80കളിലെ ക്യാമറകളുമായി. അങ്ങനെ ഓരോരുത്തരും വ്യത്യസ്തമായ വേഷങ്ങളിലെത്തിയതോടെ ശരിക്കും 80കളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കേരളീയ സമാജം സാക്ഷ്യം വഹിച്ചത്. ബഹ്റിനിലെ മലയാളി പ്രവാസികളും ഈ പരിപാടിയെ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. ഇതിന് തെളിവാണ് 1500 പേർക്കിരിക്കാവുന്ന ബഹ്റിൻ കേരളീയ സമാജത്തിൻ്റെ ഹാൾ നിറഞ്ഞു കവിഞ്ഞത്. വിവിധ ടീമുകൾ വിവിധ തീമുകളോടെയാണ് സ്റ്റാളുകൾ നിർമ്മിച്ചത്. ഒരു കൂട്ടർ ഉത്സവം തീമാക്കിയപ്പോൾ മറ്റൊരു കൂട്ടർ പഴയകാല സിനിമാ തിയേറ്ററാണ് തീമാക്കിയത്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ കടകളിൽ കിട്ടിയിരുന്ന പലതരം മുട്ടായികൾ, അതേപോലെ തന്നെ പലതരം പലഹാരങ്ങൾ എന്നിവയെല്ലാം ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഇവിടെ സംഘാടകർ ഒരുക്കിയിരുന്നു. പണ്ട് കാലത്തെ ഫോണും റേഡിയോയും ടിവിയും ഒക്കെ ഈ പരിപാടിയുടെ ഭാഗമായി ഓരോ സ്റ്റോളിലും പ്രദർശിപ്പിച്ചു. 80കളിലെ പാട്ടുകൾക്കൊപ്പം നൃത്തം വെക്കുന്ന ഫ്ലാഷ് മോഗും അതേപോലെ തന്നെ ജയൻ്റെയും മറ്റ് പഴയ നടന്മാരുടെയും ഒക്കെ വേഷത്തിലെത്തുന്നവരുടെ പെർഫോമൻസും ഒക്കെയായി പരിപാടി കളറായിരുന്നു. അപ്പോൾ എന്തായാലും ആ പരിപാടിയെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. ഫുഡ് ഫെസ്റ്റിൻ്റെ ഭാഗമായി തന്നെ വിവിധതരം ഭക്ഷണ സാധനങ്ങൾ ഒരുക്കിയിരുന്നു. നമ്മുടെ നാടൻ ചേമ്പ്, ചക്ക, ചീനി, അതുപോലെ തന്നെ കഞ്ഞി, പിന്നെ നമ്മുടെ തിരുവനന്തപുരം ഭാഗത്ത് ഏറെ പ്രശസ്തമായിട്ടുള്ള പായസവും ബോളിയും, അതുപോലെ തന്നെ ഷാപ്പിലെ കറികൾ, അതുപോലെ പഴയ കാലത്ത് ഉപ്പിലിട്ട നെല്ലിക്ക, പൈനാപ്പിള്, മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങൾ. അങ്ങനെ ഫുഡിൻ്റെ ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. പറഞ്ഞാലും മതിയാവില്ല.
കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടാണ് പാട്ടുകളൊന്നും കേൾപ്പിക്കാതിരുന്നത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.